അശോകനും ശ്യാമളയും വിജിയും കുറേ സമയം സംസാരിച്ചതിന് ശേഷമാണ് യാത്ര പറഞ്ഞു പോയത്. ലക്ഷ്മിക്കാണെങ്കിൽ വൈശാഖനെ വിളിക്കണം എന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ ശല്യപ്പെടുത്തേണ്ട എന്ന് കരുതി അവൾ അവനെ വിളിക്കാൻ പോയില്ല. ഉച്ച കഴിഞ്ഞപ്പോൾ സുമിത്ര അവൾക്ക് കുഴമ്പൊക്കെ തേച്ചു കൊടുത്തു. അങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞ് അവൾ ഉമ്മറത്തിരിക്കുകയാണ്. എന്താ ഏട്ടത്തി, ഒറ്റയ്ക്കിരിക്കുകയാണോ? ഒറ്റയ്ക്കല്ലല്ലോ, വാവയില്ലേ കൂട്ടിന്? വീണയ്ക്കുള്ള മറുപടി ഉണ്ണിമോളാണ് കൊടുത്തത്. ഏട്ടത്തി, ഈ കളർ എങ്ങനെയുണ്ട്? വീണ ഒരു സാരിയുടെ ഫോട്ടോ എടുത്ത് ലക്ഷ്മിയെ കാണിച്ചു. ഈ മെറൂൺ അല്ല, ഇതിലും കുറച്ചുകൂടി ഡാർക്ക് മെറൂൺ മതി. ഗോൾഡ് ഇടുമ്പോൾ നല്ല അടിപൊളിയായിരിക്കും. അതെ, അതാണ് ഞാനും ഉദ്ദേശിച്ചത്. ഏട്ടത്തി ഏത് കളർ സാരിയാണ് ഉടുക്കുന്നത്? എനിക്കൊരു ഡാർക്ക് ബ്ലൂ ഷെയ്ഡ് ആണ് ഇഷ്ടം. പക്ഷേ ഈ വയറും വെച്ച് സാരി ബോറാകുമോ? അതിന് മാത്രം വയറൊന്നുമില്ല ഏട്ടത്തി, സാരി മതി, അതാണ് നല്ലത്, വീണ പറഞ്ഞു. വൈശാഖേട്ടൻ സമ്മതിക്കുമോ എന്ന് അറിയില്ല, ചോദിച്ചു നോക്കാം. എന്തായാലും നമുക്ക് അടിച്ചു പൊളിക്കാം. അതെ അതെ. ഏട്ടത്തി, പിന്നൊരു കാര്യം, പ്രസവത്തിന് പോയാൽ ഒരുപാട് ദിവസം നിൽക്കുമോ വീട്ടിൽ? അറിയില്ല, ഒരുപാട് ദിവസം നിൽക്കണം എന്നുണ്ടോ? വിജി ചേച്ചി ഒരാഴ്ച നിന്നിട്ട് പോയി. ഏട്ടത്തി അങ്ങനെ തന്നെ തിരിച്ചു വന്നോണം. കല്യാണത്തിനിനി അധിക ദിവസം ഇല്ലാലോ. ഞാൻ പെട്ടെന്ന് തന്നെ വരും വീണേ. അപ്പോഴേക്കും വീണയുടെ ഫോൺ ശബ്ദിച്ചു. ശ്രീരാജായിരുന്നു. ഇനി നോക്കേണ്ട, വാ ഏട്ടത്തി, നമുക്ക് പോകാം. ലക്ഷ്മിയുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് ഉണ്ണിമോൾ മുറ്റത്തേക്കിറങ്ങി. ഹോ, വല്ലാത്ത നടുവിന് വേദന. 2 ചുവട് വെച്ചതും ലക്ഷ്മി പറഞ്ഞു. അമ്മേ, അമ്മേ, ഉണ്ണിമോൾ ഉറക്കെ വിളിച്ചു. എന്താടി ഇങ്ങനെ വിളിച്ചു പോകുന്നത്? അമ്മേ, ദേ ഏട്ടത്തിക്ക് നടുവിന് വേദന. മോളെ, എന്താ പറ്റിയത്? നമ്മൾക്ക് ഹോസ്പിറ്റലിൽ പോയാലോ? അവർ അവളുടെ അടുത്തേക്ക് വന്നു. കുറഞ്ഞോളൂ അമ്മേ, ഞാൻ കുറച്ച് സമയം പോയി കിടക്കട്ടെ. സുമിത്ര അവളെ പിടിച്ചുകൊണ്ട് കട്ടിലിൽ കൊണ്ടുപോയി കിടത്തി. വൈശാഖൻ വന്നിട്ട് നമുക്ക് ഹോസ്പിറ്റലിൽ പോകാം, ഇനി വച്ചോണ്ടിരിക്കേണ്ട. ഉണ്ണിമോളെ ലക്ഷ്മിക്കൊപ്പം നിർത്തിയിട്ട് സുമിത്ര പുറത്തേക്ക് പോയി. വീണേ, എടി വീണേ. എന്താ അമ്മേ? അവൾ ഫോണും കയ്യിൽ പിടിച്ചുകൊണ്ട് അടുക്കളയിലേക്ക് വന്നു. ആ കുന്ത്രാണ്ടം ഒന്ന് താഴെ വെച്ചിട്ട് നീ ഇങ്ങോട്ട് വന്നേ. അമ്മ ദേഷ്യത്തിലാണെന്ന് മനസ്സിലായതും അവൾ വേഗം ഫോൺ വെച്ച് കഴിഞ്ഞു. ഡീ, ദേ അച്ഛൻ അയിലയും മത്തിയും കൊണ്ടുവന്നിട്ടുണ്ട്, നീ അതെടുത്ത് ഒന്ന് വെട്ടിക്കേ. ഞാൻ ഇത്തിരി പുല്ല് പറിച്ചുകൊണ്ട് വരട്ടെ. അവർ വെട്ടരുവ എടുത്തുകൊണ്ട് അവളുടെ അടുത്തേക്ക് വന്നു. എന്താ അമ്മേ, എന്താ പറ്റിയത്? ലക്ഷ്മി മോൾക്ക് ഭയങ്കര നടുവേദന, അതങ്ങ് മാറുന്നില്ല. വൈശാഖൻ വന്നിട്ട് ഒന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാം എന്ന് ഓർത്താ. ഏട്ടത്തിക്ക് എന്താ പറ്റിയത്? അവൾ ലക്ഷ്മിയുടെ മുറിയിലേക്ക് പോകാൻ തുടങ്ങി. നീ പോയി മീൻ വെട്ടടി, ആ കുട്ടി അവിടെ കിടക്കുക. എന്നാലും അവളുടെ അടുത്ത് ചെന്ന് വിവരം ചോദിച്ചറിഞ്ഞിട്ടാണ് വീണ അമ്മ ഏൽപ്പിച്ച ജോലി ചെയ്യാൻ പോയത്. കുറച്ച് സമയം കിടന്നു കഴിഞ്ഞപ്പോൾ അവൾക്ക് വേദന കുറവായി തോന്നി. വൈശാഖൻ വരുന്നത് കാത്തിരിക്കുകയായിരുന്നു എല്ലാവരും. ഏട്ടാ, എങ്ങനെയുണ്ടായിരുന്നു ഇന്ന് കേസ് വല്ലതും ഉണ്ടായിരുന്നോ? അവൻ ഷൂസ് ഊരി വച്ചിട്ട് ഉമ്മറത്തേക്ക് കയറിയതും ഉണ്ണിമോളാണ് ആദ്യം ഓടിയെത്തിയത്. അവൻ തൊപ്പി ഊരി അവളുടെ കയ്യിൽ കൊടുത്തു. അവൾ അല്പം ഗമയിലാണ് അത് മേടിച്ചത്. ഒന്ന് പോടി പെണ്ണെ, കേസ് ഉണ്ടായിരുന്നോ എന്ന് അവളുടെ ഒരു ചോദ്യം കേട്ടില്ലേ? മോനെ, എങ്ങനെയുണ്ടടാ ജോലിയൊക്കെ? ആകാംക്ഷ അടക്കാനാവാതെ ശേഖരൻ ചോദിച്ചു. അങ്ങനെ പ്രത്യേകത ഒന്നുമില്ല അച്ഛാ, ഓരോ ചെറിയ ചെറിയ കേസുകളൊക്കെ വന്നു, അത്രയേ ഉള്ളൂ. ഇപ്പോൾ ജനമൈത്രി പോലീസ് സ്റ്റേഷൻ അല്ലേ, അതുകൊണ്ട് പരാതിയുമായി ആർക്ക് വേണമെങ്കിലും സ്റ്റേഷനിൽ വരാം. അവൻ അത് പറയുമ്പോൾ സുമിത്രയും ലക്ഷ്മിയും ഒക്കെ അവിടേക്ക് വന്നിരുന്നു. ഏട്ടൻ ആർക്കിട്ടെങ്കിലും 2 പൊട്ടിച്ചോ ഏട്ടാ? ഉണ്ണിമോൾക്ക് പിന്നെയും സംശയമായി. നിനക്കിട്ട് 2 പൊട്ടിക്കാം, വേണോ? ഒരു ട്രയലുമാകും. എന്തേ? ആക്കിയതാണല്ലേ? അവൾ മുഖം വീർപ്പിച്ചു. ലക്ഷ്മി, എന്തുപറ്റി? എന്തെങ്കിലും വയ്യായിക ഉണ്ടോ? എൻ്റെ മോനെ, ഉച്ച കഴിഞ്ഞപ്പോൾ തുടങ്ങിയ നടുവേദനയാണ്. ഞാൻ പറഞ്ഞതാ ഹോസ്പിറ്റലിൽ പോകാമെന്ന്, കേൾക്കണ്ടേ? സുമിത്ര മകനെ നോക്കി. എന്താ ഇപ്പോൾ പറ്റിയത്? ഞാൻ കാലത്തെ പോകുമ്പോൾ ഒരു കുഴപ്പവും ഇല്ലായിരുന്നല്ലോ മോളെ. ഒരുപാട് വേദന ഉണ്ടോടോ? അവൻ്റെ ആ ഒറ്റ വാചകത്തിൽ അവൾ അലിഞ്ഞുപോയി. അറിയില്ല ഏട്ടാ, ഇടയ്ക്കെല്ലാം വല്ലാതെ വരുവാ, പേടിയാവുന്നു. നിന്റെ ഈ പേടി ആദ്യം മാറ്റണം കേട്ടോ, കുഞ്ഞിനെയാണ് ബാധിക്കുന്നത്. എന്തായാലും നീ പ്രഗ്നൻ്റായി, ഇനി ഡെലിവറി ആകേണ്ടതല്ലേ. അപ്പോൾ പിന്നെ വരുന്നിടത്ത് വെച്ച് കാണാമെന്ന് ചിന്തിക്കണം. ഒരുപാട് വേദനിപ്പിക്കാതെ അച്ഛയുടെ മുത്ത് വരും അല്ലേ? വേദന ഒന്നുമല്ല പ്രശ്നം, അതൊക്കെ ഞാൻ സഹിക്കാം. പക്ഷേ. എന്ത് പക്ഷേ? നീ ആ വീഡിയോ കണ്ടതാണ് ഏറ്റവും വലിയ പ്രശ്നമായത്. ഞാൻ അന്നേ പറഞ്ഞതാ. അവൻ ചെറുതായി അവളോട് ദേഷ്യപ്പെട്ടു. ഓ, അതൊക്കെ പോട്ടെ, ഡോക്ടർ എന്താ പറയുന്നതെന്ന് നോക്കാം. ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ അവൾ കാണുന്ന ഗൈനക്കോളജിസ്റ്റ് ഇല്ലായിരുന്നു. പകരം മറ്റൊരു ഡോക്ടർക്കായിരുന്നു ഡ്യൂട്ടി. ഡോക്ടർ രേണുക മേനോൻ, MBBS.
DGO MD എന്നെഴുതിയ ബോർഡ് വെച്ച് റൂമിലേക്ക് അവർ രണ്ടാളും കയറി. ഹലോ ലക്ഷ്മി വൈശാഖ്, എന്താ പറ്റിയത്? സുന്ദരിയായ ഒരു മധ്യവയസ്കയായിരുന്നു രേണുക മേനോൻ. ലക്ഷ്മിയുടെ ഫയൽ മറിച്ചു നോക്കിക്കൊണ്ട് അവർ അവളെ നോക്കി. മാഡം, ഞാൻ ഡോക്ടർ യമുനയായിരുന്നു കാണുന്നത്. എനിക്ക് കുറച്ച് ദിവസമായിട്ട് വല്ലാത്ത നടുവേദന, അതുകൊണ്ട് വന്നതാണ്. ഓക്കെ ഓക്കെ. ഡോക്ടർ യമുന ഒന്ന് സ്ലിപ്പായി. കൈക്ക് ചെറിയ ഫ്രാക്ചറുണ്ട്. സോ എനിക്കും ഡോക്ടർ ലിസ കുര്യനുമാണ് ഇപ്പോൾ ഡ്യൂട്ടി. എനിവേ ലക്ഷ്മി ഒന്ന് കിടക്കൂ, ഞാനൊന്ന് നോക്കട്ടെ. അവൾ പറഞ്ഞ പ്രകാരം ലക്ഷ്മി ബെഡിൽ കിടന്നു. ഹാർട്ട് ബീറ്റൊക്കെ നോർമലാണ്. എഴുന്നേറ്റ് വരൂ, BP കൂടി ഒന്ന് ചെക്ക് ചെയ്യട്ടെ. ലക്ഷ്മി ഇത്തിരി പേടിയുള്ള കൂട്ടത്തിലാണല്ലേ? BP ചെക്ക് ചെയ്തതും ഡോക്ടർ രേണുക ചിരിച്ചുകൊണ്ട് അവളെ നോക്കി. അങ്ങനെയൊന്നുമില്ല ഡോക്ടർ, അവൾ വിക്കി. ഓക്കെ. മിസ്റ്റർ വൈശാഖം പറയ്, വൈഫ് പേടിയുള്ള ആളാണോ? യെസ് ഡോക്ടർ. അവൾക്ക് ഡെലിവറി പീരീഡ് ആകുന്തോറും പേടി കൂടി കൂടി വരികയാണ്. ഇനി ഒരു കൗൺസിലിംഗ് ആവശ്യമാണെന്നാണ് എനിക്ക് തോന്നുന്നത്, അവർ പറഞ്ഞു നിർത്തി. ആഹാ, എന്തിനാണ് കുട്ടി പേടി? കുഞ്ഞുവാവെ കാണണ്ടേ? അവൾ ഇങ്ങോട്ട് വരാനും അച്ഛനെയും അമ്മയെയും ഒക്കെ കാണാനും വെയിറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ അമ്മയ്ക്ക് പേടിയാണെന്നറിഞ്ഞാൽ അവൾക്ക് സങ്കടമാവില്ലേ? എക്സ്ക്യൂസ് മീ ഡോക്ടർ, ബേബി ഗേൾ ആണോ? വൈശാഖൻ പ്രതീക്ഷയോടെ അവരെ നോക്കി. ഓ സോറി, എൻ്റെ നാവൽ അങ്ങനെ വന്നു എന്നേയുള്ളൂ. ബേബി ഗേൾ ഓർ ബോയ് ആരായാലും നമ്മൾ ഹാപ്പിയാണ്. ഏട്ടന് മോളാകണം എന്നായിരുന്നു ആഗ്രഹം, അതുകൊണ്ട് ചോദിച്ചതാ. അങ്ങനെ ആവട്ടെ, അല്ലെങ്കിലും സാരമില്ല, നമുക്ക് ട്രൈ ചെയ്യാം കേട്ടോ. ഡോക്ടർ രേണുക ചിരിച്ചു. ഓക്കെ. മിസ്റ്റർ വൈശാഖൻ എന്താ ചെയ്യുന്നത്? മാഡം, ഞാൻ പോലീസ് ഇൻസ്പെക്ടറാണ്. അത് പറയുമ്പോൾ ലക്ഷ്മിക്ക് അഭിമാനം തോന്നി. ഓ വെരി നൈസ്. ഇൻസ്പെക്ടർ സാർ കൂടെയുള്ളപ്പോൾ ലക്ഷ്മി എന്തിനാണ് ഭയപ്പെടുന്നത്? ഇപ്പോൾ പണ്ടത്തെ പോലെ അല്ല കുട്ടി, പെയിൻ കില്ലേഴ്സ് ഒക്കെ ഉണ്ട്, അതുകൊണ്ട് വലിയ പ്രോബ്ലം ഒന്നുമില്ല. ഡോക്ടർ രേണുകയുടെ ഓരോ വാക്കുകളും ലക്ഷ്മിക്ക് ആശ്വാസമായിരുന്നു. കുറച്ചു സമയം കൂടി ഡോക്ടറോട് സംസാരിച്ചിരുന്നു അവരുടെ ഉപദേശങ്ങളും സ്വീകരിച്ചുകൊണ്ട് ലക്ഷ്മിയും വൈശാഖനും എഴുന്നേറ്റു. ഇറങ്ങാൻ നേരം ഡോക്ടറുടെ നമ്പരും കൂടി വൈശാഖൻ ലക്ഷ്മിയെ കൊണ്ട് മേടിപ്പിച്ചു. എന്തായാലും ഇനി ഈ ഡോക്ടറെ നമ്മൾക്ക് കണ്ടാൽ മതി. നീ നേരത്തെ കണ്ട ഡോക്ടറാണെങ്കിൽ ഇങ്ങനെയൊന്നും ഒരു തവണ പോലും നമ്മളോട് പറഞ്ഞിട്ടില്ല. അത് തന്നെയായിരുന്നു ലക്ഷ്മിക്കും പറയാനുള്ളത്. ഇപ്പോൾ അവൾക്ക് കുറച്ച് ആത്മവിശ്വാസമൊക്കെ കൈവന്നു. വരുന്ന വഴിക്ക് തട്ടുകടയിൽ നിന്ന് മൊരിഞ്ഞ തട്ടുദോശയും ചിക്കൻ ഫ്രൈയും ചമ്മന്തിയും ഒക്കെ അവർ അവൾക്ക് മേടിച്ചു കൊടുത്തു. ലക്ഷ്മി ആസ്വദിച്ചിരുന്ന് കഴിക്കുന്നത് നോക്കിയിരിക്കുകയാണ് വൈശാഖൻ. നിനക്കിത് കഴിക്കാൻ കൊതിയായിരുന്നോടി? വീട്ടിലേക്കുള്ള പാഴ്സൽ വാങ്ങി വണ്ടിയിലോട്ട് കയറുമ്പോൾ അവൻ ലക്ഷ്മിയോട് ചോദിച്ചു. അങ്ങനെയൊന്നുമില്ല മേട്ടാ, എന്നാലും കൊതിയില്ലാതില്ല കേട്ടോ, അവൾ ചിരിച്ചു. ഓ, ഇപ്പോഴെങ്കിലും ഒന്ന് ചിരിച്ചു കണ്ടല്ലോ, ഹാവ് സമാധാനമായി. ഓ അങ്ങനെ. എന്തായാലും പോയ പോലെ അല്ല ഇപ്പോൾ ആള്. ഇനി ആ ഡോക്ടറെ കാണിച്ചാൽ മതി കേട്ടോ, വീട്ടിലെത്തിയതും സുമിത്ര പറഞ്ഞു. രാത്രിയിൽ ഭക്ഷണം കഴിക്കാനിരുന്നപ്പോഴാണ് വൈശാഖനോട് ലക്ഷ്മിയെ പ്രസവത്തിന് വിടുന്ന കാര്യത്തെക്കുറിച്ച് സുമിത്ര സംസാരിച്ചത്. പറഞ്ഞ പോലെ അങ്ങനെയൊക്കെ ഉണ്ടല്ലോ അല്ലേ? ഞാൻ അതൊക്കെ മറന്നു. ലക്ഷ്മി മോളുടെ അച്ഛൻ കണിയാൻ്റെ അടുത്ത് പോയി നേരം കുറിപ്പിച്ചിട്ട് വിളിക്കാമെന്നാണ് പറഞ്ഞത്. അവനൊന്നും മൂളി. ഓ, ഏട്ടനെ ഏട്ടത്തി അയക്കാൻ തീരെ താല്പര്യമില്ല കേട്ടോ അമ്മേ, ഉണ്ണിമോൾ ചിരിച്ചു. അതിന് ഒരുപാട് ദിവസമൊന്നും നിൽക്കുന്നില്ല, ഏറിയാൽ ഒരാഴ്ച, അത്രയല്ലേ ഉള്ളൂ അമ്മേ, ലക്ഷ്മി പറഞ്ഞു. അതൊക്കെ മതി മോളെ, തന്നെയുമല്ല ഇവിടെ കല്യാണവുമല്ലേ, മോള് പോയിട്ട് പെട്ടെന്നെങ്ങു പോരെ. ഊണ് കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ ശേഖരൻ്റെ ഫോൺ ശബ്ദിച്ചു. അശോകനാണ് വിളിക്കുന്നത്. അയാൾ ഊണ് കഴിക്കുന്നത് മതിയാക്കി എഴുന്നേറ്റു. ഹലോ അശോക. ആണോ? പോയിരുന്നു അല്ലേ? അന്ന് നല്ല ദിവസമാണെങ്കിൽ അത് തന്നെ നോക്കാം. ഞാനിവിടെ എല്ലാവരോടും പറഞ്ഞിട്ട് ഇപ്പോൾ തന്നെ തിരിച്ചു വിളിക്കാം. അയാൾ ഫോൺ കട്ട് ചെയ്തു. എന്താ പറഞ്ഞത്? സുമിത്ര അയാളുടെ അടുത്തേക്ക് വന്നു. ഇന്ന് തിങ്കളല്ലേ, ഇനി 3 ദിവസം കൂടി, വ്യാഴാഴ്ച നല്ല ദിവസമാണെന്ന് കണിയാൻ പറഞ്ഞത്. അന്ന് വൈശാഖൻ ജോലിക്ക് പോകേണ്ട മോനെ, അവധിയെടുക്കാൻ പറ്റുമോ? എൻ്റെ കാര്യം ഉറപ്പില്ല, ഞാൻ ജോലിക്ക് ജോയിൻ ചെയ്തതല്ലേ ഉള്ളൂ. അവനും അച്ഛൻ്റെ അടുത്ത് സെറ്റിയിലേക്ക് വന്നിരുന്നു. വ്യാഴം കഴിഞ്ഞാൽ പിന്നെ 2-3 ആഴ്ച കൂടി കഴിയണം, ശുഭമുഹൂർത്തം ഇല്ല എന്നാണ് അശോകൻ പറഞ്ഞത്. എങ്കിൽ പിന്നെ വ്യാഴാഴ്ച തന്നെ നടത്താം. അടുത്ത ആഴ്ച ഒക്കെ ആകുമ്പോൾ വീണയ്ക്ക് മന്ത്രകോടി എടുക്കാൻ പോകാൻ അവർ വിളിക്കും. പിന്നെ കല്യാണം വിളിയും തുടങ്ങേണ്ടേ? വ്യാഴാഴ്ച തന്നെ നടത്താം അല്ലേ ശേഖരേട്ടാ? നിങ്ങളോട് എല്ലാവരോടും കൂടി ആലോചിച്ചിട്ട് ഞാൻ അശോകനെ വിളിക്കാം എന്നാണ് പറഞ്ഞത്. എങ്കിൽ അച്ഛൻ വിളിച്ചു പറഞ്ഞോ? വ്യാഴാഴ്ച അവർ വരട്ടെ അല്ലേ ലക്ഷ്മി? എല്ലാവരുടെയും സൗകര്യം പോലെ ചെയ്യാമേട്ടാ. ശേഖരൻ അപ്പോൾ തന്നെ ഫോൺ വിളിച്ച് അശോകനോട് വ്യാഴാഴ്ച തന്നെ ചടങ്ങ് നടത്താം എന്ന് പറഞ്ഞു.
വ്യാഴാഴ്ച പോയിട്ട് ഞായറാഴ്ച ഇങ്ങോട്ട് വരാം അല്ലേ ലക്ഷ്മി? രാത്രിയിൽ കിടക്കാൻ നേരം വൈശാഖൻ ലക്ഷ്മിയോട് പറഞ്ഞു. 7 ദിവസമെങ്കിലും നിൽക്കണം എന്നാണ് എല്ലാവരും പറയുന്നത്. ഞാൻ അമ്മയോട് ചോദിക്കട്ടെ? കുഞ്ഞാവയോട് മിണ്ടാതെ അത്രയും ദിവസം എങ്ങനെയാണ്? അവൻ അവളുടെ വയറിലേക്ക് മുഖം ചേർത്തു. ആ, ഉറങ്ങാതെ കിടക്കുവാണോ മുത്തേ? അവൻ്റെ സംസാരം കേട്ടതും കുഞ്ഞൊന്ന് അനങ്ങി. അവൻ്റെ പാട്ട് കേട്ടതും കുഞ്ഞ് വീണ്ടും വീണ്ടും അനങ്ങി. നോക്കടി, ദേ ദേ അച്ചയുടെ മുത്തേ. എന്താടാ എൻ്റെ തക്കുടു? അവൻ തുരുതുരെ വയറ്റിൽ ഉമ്മ വെച്ചു. വാവയ്ക്ക് എന്തായാലും അച്ച കഴിഞ്ഞേ ഉള്ളൂ, ബാക്കിയല്ല, അത് ഉറപ്പാ. അവൾ ചിരിച്ചു. അതെന്താടി? അല്ല, ഏട്ടൻ വരുമ്പോൾ ഭയങ്കര ഡാൻസാണ് ആള്, അതുകൊണ്ട് പറഞ്ഞതാ. മോളാണോ മോനാണോ അതാണ് എൻ്റെ മനസ്സിലെപ്പോഴും. മോനാണെങ്കിൽ വിഷമമാകുമോ? ഓ, അങ്ങനെയൊന്നുമില്ല. എന്നാലും ഞാൻ കുഞ്ഞുലക്ഷ്മിയായിരുന്നു എപ്പോഴും ഓർത്തിരുന്നത്. എന്ന് കരുതി വിഷമമൊന്നുമില്ല കേട്ടോ. മോനായാലും മോളായാലും ഒന്ന് കണ്ടാൽ മതി. വേഗം ഒന്ന് പോയി ഡെലിവറി ആകടി. എല്ലാത്തിനും അതിൻ്റേതായ സമയമുണ്ട് ദാസ. ഇപ്പോൾ കിടന്ന് ഉറങ്ങാൻ നോക്ക്. കാലത്തെ ഡ്യൂട്ടിക്ക് പോകേണ്ടതല്ലേ? ശരിയാ, വാ കിടക്കാം.